ഗോഡ്, ഐ ഹാവ് ടു സീ ദിസ്. അതായത് എൻ്റെ ഇപ്പം ഞങ്ങളിങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് എൻ്റെ പാരൻസ്, ഓഫ് കോഴ്സ് യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഞാനൊരു പെൺകുട്ടിയാണ്, പെൺപിള്ളേരെ വീട്ടുകാർ അത്ര പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യില്ല, അത് അവരുടെ പെയിൻ അത്രത്തോളം ഉണ്ട്. കുറേ ടൈം എടുത്തു, 4-5 വർഷത്തോളം എടുത്തിട്ടാണ് ഏട്ടനെ ആക്സെപ്റ്റ് ചെയ്തത്. ആക്സെപ്റ്റൻസ് അന്നില്ലാതിരുന്നത് ഏട്ടനൊരു വെറും ഒരു ഡാൻസറെ കെട്ടിപ്പോയി എന്നുള്ള ഒറ്റ രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഓൾറെഡി ഏട്ടനോടുള്ളൊരിത് എന്നെക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് പ്രജേട്ടനോടുണ്ട്. അത് പ്രജേട്ടൻ ഡാൻസർ ആയതുകൊണ്ട്, ഇപ്പോഴത്തെ ഫെയിം കൊണ്ടൊന്നുമല്ല. ദ വേ ഹീ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ. ഞാനിത് പറയരുതെന്ന് വിചാരിച്ചാണ്, ബട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഐ എം ടെല്ലിങ് യു ദിസ്. ലാസ്റ്റ് December 17th ഐ ലോസ്റ്റ് മൈ ഫാദർ. സ്ട്രോക്ക് വന്നായിരുന്നു, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റീൽസും കാര്യങ്ങളും ഒക്കെ സ്റ്റോപ്പായത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാതിരുന്നതൊക്കെ അതിൽ നിന്ന് റിക്കവർ ആയി എടുക്കാൻ കുറേ സമയം എടുത്തു. പക്ഷെ ആ സമയത്ത് എന്നെ, എൻ്റെ അമ്മയും അനിയത്തെയും എന്താ പറയുക, തകരാതെ പിടിച്ചു നിർത്താനുള്ള ഒരു സംഭവം. അതുവരെ എനിക്ക് ഏട്ടൻ എന്തൊക്കെ ചെയ്താലും ഇതൊരു കടമയാണല്ലോ, ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്ന എല്ലാ ആണുങ്ങളും ചെയ്യുന്നതാണല്ലോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അറ്റ് ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ്ഡ്, ഞാനന്ന് വീണ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തിയത് എന്നെ മാത്രമല്ല കേട്ടോ, അതെൻ്റെ അമ്മയും എൻ്റെ അനിയത്തെയും ഏറ്റവും താങ്ങി നിർത്തിയത് എൻ്റെ ഏട്ടനെ തന്നെയാണ്.